ഈ ചോദ്യം നോക്കുക. ദ വിഡ്ത്ത് ഓഫ് എ റെക്റ്റാങ്കുലർ ഹോൾ ഈസ് 3/4 ഓഫ് ഇറ്റ്സ് ലെങ്ത്. ഇഫ് ദ ഏരിയ ഓഫ് ദ ഹോൾ ഈസ് 300 മീറ്റർ സ്ക്വയർ, then the difference between its length and width is 3 meter, 4 meter, 5 meter, 15 meter. ഇതിലേതാണ് ശരി എന്ന് നമുക്ക് നോക്കാം. വളരെ ഈസിയായി ചെയ്യാൻ പറ്റുന്നൊരു കണക്കാണിത്. ആദ്യം ഈ റെക്റ്റാങ്കിൾ ഹോൾ നമ്മളൊന്ന് വരയ്ക്കണം. ഈ റെക്റ്റാങ്കിൾ ഹോളിൽ ലെങ്ത് എത്രയാണെന്ന് നമുക്കറിയില്ല. അപ്പോൾ ലെങ്ത് ഇതാണെങ്കിൽ ഇതൊരു എക്സ് ആയിട്ട് എടുക്കുക. ബ്രെഡ്ത്ത് എത്രയാണെന്ന് നമുക്കറിയില്ല, പക്ഷേ ബ്രെഡ്ത്തിൻ്റെ കാര്യത്തിൽ അവർ പറഞ്ഞിരിക്കുന്നു ലെങ്ത് എത്രയാണോ അതിൻ്റെ 4/3 എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ റെക്റ്റാങ്കിൾ അറിയാമെങ്കിൽ റെക്റ്റാങ്കിളിൻ്റെ ഏരിയ എന്ന് പറയുന്നത് ലെങ്തും ബ്രെഡ്ത്തും കൂടെ മൾട്ടിപ്ലൈ ചെയ്യുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ ലെങ്ത് തന്നിരിക്കുന്നത് എത്രയാണ്? എക്സ് ആണ്. ബ്രെഡ്ത്ത് കിട്ടിയിരിക്കുന്നത് എക്സ് ഇതാണ്. അപ്പോൾ ഇത് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്താൽ എക്സ് ഇൻറ്റു 3/4 ഇങ്ങനെ കിട്ടിയാൽ 3x²/4 എന്ന് നമുക്ക് കിട്ടും ഏരിയ. ഈ ഏരിയ ചോദ്യത്തിൻ്റെ അകത്ത് 300 മീറ്റർ സ്ക്വയർഡ് എന്നാണ് അവർ തന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് പരിണിതമായിട്ട് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ, ഈ 3x²/4 എന്ന് പറയുന്നത് 300 എന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ x² എത്ര ഇവിടെ നിർത്തിയാൽ എന്ത് സംഭവിക്കും? x² സമം x² മാത്രം ഇവിടെ നിർത്തിയാൽ ഈ 3 ക്രോസ് ആയിട്ട് ഇങ്ങോട്ട് പോരും. അപ്പോൾ ഇവിടെ ആൾറെഡി തന്നെ ഒരു 300 ഉണ്ട്. ആ 300ൻ്റെ താഴേക്ക് ഈ 3 വരും. ഇനി ഈ 4 പോയാൽ ക്രോസ് ആയിട്ടേ പോവുള്ളൂ. അപ്പോൾ 300ൻ്റെ അടുത്തേക്കേ പോവുള്ളൂ. അപ്പോൾ 4 ഇവിടെ വന്നു. അപ്പോൾ ഇനി ഇത് തമ്മിൽ വെട്ടിയാലോ? 300നെ 3 കൊണ്ട് വെട്ടിയാൽ ബാക്കി 100 കിട്ടും. അതായത് 100 × 3 300. അതായത് 100 × 4 എന്ന് കിട്ടും. അതായത് 400 എന്ന് ഉത്തരം കിട്ടും. പക്ഷേ x² ആണ് നമുക്ക് 400 എന്ന് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ സ്ക്വയർ റൂട്ട് എടുത്താലേ എക്സ് എത്രയാണെന്ന് കിട്ടുകയുള്ളൂ. എക്സ് സമം സ്ക്വയർ റൂട്ട് ഓഫ് 400. അപ്പോൾ സ്ക്വയർ റൂട്ട് ഓഫ് 400 എന്ന് പറയുമ്പോൾ അതിനെ നമ്മൾ സ്ക്വയർ റൂട്ട് കണ്ടുപിടിക്കാനായിട്ട് പഠിക്കണം. അതായത് വർക്കിൽ ചെയ്ത് നോക്കുക. 400നെ ആദ്യം തന്നെ ഫാക്ടറൈസ് ചെയ്യുക. ഇതിനൊന്ന് 2 കൊണ്ട് ഡിവൈഡ് ചെയ്ത് നോക്കിക്കേ. അപ്പോൾ 400ൻ്റെ പകുതി 200 എന്ന് കിട്ടി. വീണ്ടും 2 കൊണ്ട് ചെയ്തേ, ഇവിടെ ഒരു 100 എന്ന് കിട്ടി. വീണ്ടും 2 കൊണ്ട് ചെയ്തേ, ഇവിടെ ഒരു 50 എന്ന് കിട്ടി. വീണ്ടും 2 കൊണ്ട് ചെയ്താൽ ഇവിടെ ഒരു 25 എന്ന് കിട്ടും. വീണ്ടും ഒരു 5 കൊണ്ട് ചെയ്താൽ 5 × 25 എന്ന് കിട്ടും. ഇപ്പോൾ 400 നമുക്ക് എങ്ങനെ എഴുതാം? x² = റൂട്ട് ഓഫ് 400. 2 × 2 × 2 × 2 4 പ്രാവശ്യം 2 വന്നിട്ടുണ്ട്. 3 4. ഇനി 5 × 5 2 പ്രാവശ്യം വന്നു. ശരിയാണെന്ന് നോക്കുന്നിടത്ത് നോക്കാം. 2 4 4 8 2 16 16 5 80 8 5 40 400. ഇനി അപ്പോൾ സ്ക്വയർ റൂട്ട് കാണണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്താൽ മതി? സ്ക്വയർ റൂട്ട് കാണാൻ, അതായത് എക്സ് എത്രയാണെന്ന് കിട്ടണമെന്നെങ്കിൽ ഇവിടെയൊക്കെ 2 പ്രാവശ്യം ഉള്ളതെല്ലാം ഓരോ പ്രാവശ്യം പുറത്തേക്ക് എഴുതണം. ഈ 2ന് പകരം ഒരു 2 എഴുതുക, ഈ 2ന് പകരം ഒരു 2 എഴുതുക, ഈ 5ന് പകരം ഒരു 5 എഴുതുക. അപ്പോൾ ഉത്തരം എത്ര കിട്ടി? 2 4 4 × 5 20. സോ 20 എന്ന ആൻസർ കിട്ടി. എക്സ് അതായത് ലെങ്ത് 20 എന്ന് കിട്ടി. അപ്പോൾ ലെങ്ത് 20 എന്നിവിടെ കിട്ടിയാൽ ബ്രെഡ്ത്ത് എത്രയാണെന്ന് ചോദിച്ചാൽ ഇവിടെയും 20 എഴുതിയിട്ട് 20 × 3/4 എന്ന് എഴുതണം. അപ്പോൾ 20 × 3/4 എന്ന് പറഞ്ഞാൽ എത്രയാണ്? ഇത് രണ്ടും വെട്ടിയാൽ 5 കിട്ടി. 5 × 3 15. അപ്പോൾ ഇവിടുത്തെ ബ്രെഡ്ത്ത് നമുക്ക് 15 എന്ന് കിട്ടി. ഇവിടെ ലെങ്ത് 20 എന്ന് കിട്ടി. നമ്മുടെ ചോദ്യത്തിൽ ചോദിച്ചിരിക്കുന്നത് ഇത് തമ്മിലുള്ള വ്യത്യാസം എത്രയാണെന്ന്, അതായത് 20ഉം 15ഉം തമ്മിലുള്ള വ്യത്യാസം. 20ൽ നിന്ന് 15 പോയാൽ ബാക്കി 5 എന്ന് കിട്ടും. അപ്പോൾ ഓപ്ഷനിൽ കൊടുത്തിരിക്കുന്നത് എന്തൊക്കെയാണെന്ന് നോക്കിക്കേ. ഓപ്ഷനിൽ 3 മീറ്റർ, 4 മീറ്റർ, 5 മീറ്റർ, 15 മീറ്റർ. സോ ആ കിട്ടിയിരിക്കുന്ന ആ ഓപ്ഷനിലെ 5 എന്ന് പറയുന്നത്, അതായത് 5 മീറ്ററാണ് ഇതിൻ്റെ കറക്റ്റായിട്ടുള്ള ആൻസർ. ഇത് ചെയ്യുമ്പോൾ നമ്മൾ ആകെ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം, ഏരിയ ഓഫ് എ റെക്റ്റാങ്കിൾ എത്രയാണെന്ന് ഫോർമുല നമുക്ക് അറിഞ്ഞിരിക്കണം. അതായത് ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് എന്നാണ്. പിന്നെ സ്ക്വയർ റൂട്ട് കണ്ടുപിടിക്കാൻ അറിയണം. ഇങ്ങനെയാണ് സ്ക്വയർ റൂട്ട്. ഏതൊരു സംഖ്യ കിട്ടിയാലും അതിനെ ചെറുതായിട്ട് ഫാക്ടറൈസ് ചെയ്തിട്ട് അതിൽ 2 പ്രാവശ്യം റിപ്പീറ്റ് ചെയ്യുന്നത് ഒരു പ്രാവശ്യം പുറത്തെടുത്താൽ അതിൻ്റെ സ്ക്വയർ റൂട്ട് കിട്ടും. ഇത്രയും കാര്യങ്ങൾ ഇതിൽ നമുക്ക് പഠിക്കാനുള്ളൂ. ഇനി ഈ ചോദ്യം നോക്കുക. എ റൂം 8 meter × 6 meter ഈസ് ടു ബി കാർപ്പറ്റഡ് ബൈ എ കാർപ്പറ്റ് 2 meter wide. The length of carpet required is option A 12 meter,
ഓപ്ഷൻ ബി 36 മീറ്റർ, ഓപ്ഷൻ സി 24 മീറ്റർ, ഓപ്ഷൻ ഡി 48 മീറ്റർ. ഈ ചോദ്യം നോക്കുമ്പോൾ ഇവിടെ റൂമിന് ഒരു റെക്റ്റാങ്കുലർ ഷേപ്പിലുള്ള റൂമാണ്. ആ റൂമിന് 8 ലെങ്ത്, 6 ബ്രെഡ്ത്ത് വരുന്നത്. ഇതിൻ്റെ അകത്താണ് കാർപ്പറ്റ് ഇടുന്നത്. കാർപ്പറ്റ് ആണെങ്കിലോ കാർപ്പറ്റിന് വിഡ്ത്ത് മാത്രമേ തന്നിട്ടുള്ളൂ. കാർപ്പറ്റിൻ്റെ വിഡ്ത്ത് 2 മീറ്ററാണ് തന്നിട്ടുണ്ട്. അപ്പോൾ ഈ കാർപ്പറ്റ് എടുത്ത് ഇതിൻ്റെ അകത്തേക്ക് ഇടുമ്പോൾ നമ്മളിങ്ങനെ ഇടേണ്ടി വരും. അപ്പോൾ എത്ര ലെങ്തിലുള്ള കാർപ്പറ്റ് വേണ്ടി വരും എന്നുള്ളതാണ്. കാരണം ഇവിടെ നിന്ന് ഈ 2 മീറ്റർ വെച്ച് ഇവിടെ നിന്ന് ഇങ്ങോട്ട് ഇടുമ്പോൾ ഇത്രയും പോർഷൻ കവർ ചെയ്തു, പിന്നെയും മുറിച്ച് ഇവിടെ നിന്ന് ഇങ്ങോട്ട് ഇടേണ്ടി വരും. അങ്ങനെ 3 പ്രാവശ്യമെങ്കിലും ഇങ്ങോട്ട് ഇടേണ്ടി വരും. സോ അത് എത്ര ലെങ്ത് വരുമെന്ന് കണ്ടുപിടിക്കാൻ, ഈസി ആയിട്ട് കണ്ടുപിടിക്കാൻ ആദ്യം തന്നെ ഈ മുറിയുടെ ഏരിയ കണ്ടുപിടിക്കുക. 8 × 6 അതായത് ഏരിയ ഓഫ് ദിസ് റൂം ഈസ് ഈക്വൽ ടു ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത്. 6 48 എന്ന് കിട്ടി. ഓക്കെ, ഇനി നമുക്ക് തന്നിരിക്കുന്ന ഈ കാർപ്പറ്റിന് 2 മീറ്ററാണ് വിഡ്ത്തുള്ളത്. സോ ആ ഏരിയ എത്ര വേണ്ടി വരുമെന്ന് കണ്ടുപിടിച്ചാൽ ഈ 48 6 × 48 എന്ന് പറയുന്ന ഏരിയയാണ് ടോട്ടലുള്ളത്. സോ ഇവിടെ നമുക്ക് ടോട്ടൽ 48 ഏരിയയിലുള്ള കാർപ്പറ്റാണ് വേണ്ടത്. അത് 2 മീറ്ററേ വിഡ്ത്തുള്ളൂ. അപ്പോൾ 48 മീറ്റർ സ്ക്വയർഡ് വരുന്ന കാർപ്പറ്റ് നമുക്ക് 2 മീറ്റർ വിഡ്ത്തുള്ളതാണെന്നുണ്ടെങ്കിൽ ഇത് രണ്ടും കൂടെ ഡിവൈഡ് ചെയ്യുമ്പോൾ 24 മീറ്റർ നീളത്തിൽ വേണ്ടി വരും. കാരണം 24നെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ 48 മീറ്റർ സ്ക്വയർഡ് എന്ന് കിട്ടും. അപ്പോൾ ഈ 48 മീറ്റർ സ്ക്വയർഡ് ഇത്രയും കിട്ടുന്നതുകൊണ്ടാണ് 24 മീറ്റർ എന്ന് കിട്ടുന്നത്. അതായത് ഈ മുറിയുടെ ആകെ ഏരിയയെ കാർപ്പറ്റിൻ്റെ വിഡ്ത്ത് കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് വേണ്ട കാർപ്പറ്റിൻ്റെ ലെങ്ത് കിട്ടും. ഇത്രയേ ഉള്ളൂ. അപ്പോൾ 24 മീറ്റർ എന്ന് പറയുന്നത് ഓപ്ഷനിൽ 3ാമത്തെ ഓപ്ഷനായിട്ട് തന്നിട്ടുണ്ട്. സോ അതാണ് ഇതിൻ്റെ കറക്റ്റ് ആൻസർ വരുന്നത്. അപ്പോൾ ഇതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം ഒന്നേ ഉള്ളൂ, ഈ മുറിയുടെ ഏരിയ, അകത്തുള്ള ഏരിയ, അതിലാണ് നമ്മൾ കാർപ്പറ്റ് വിരിക്കുന്നതെന്ന് ഓർക്കുക. ഇത് ഷോർട്ട് കട്ടായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. കാരണം ഈ 2 മീറ്റർ ആണ് ഇതിൻ്റെ വിഡ്ത്ത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ വിഡ്ത്തിൽ ഒരു 2 മീറ്റർ വെച്ചു, അടുത്ത 2 മീറ്റർ വെച്ചു, അടുത്ത 2 മീറ്റർ, അങ്ങനെ 3 പ്രാവശ്യം 2 മീറ്റർ വെക്കുമ്പോൾ 6 മീറ്ററായി. അപ്പോൾ 3 പ്രാവശ്യം വെക്കുമ്പോൾ ഈ ലെങ്ത് എത്ര വരും? ഇത് 8. അപ്പോൾ 3 പ്രാവശ്യം വെക്കുമ്പോൾ 3 പ്രാവശ്യം 8 വരും. 8 3 24. അങ്ങനെയും നമുക്ക് പെട്ടെന്ന് ഇത് കണ്ടുപിടിക്കാം. The dimensions of the floor of a rectangular hall are 4 meter into 3 meter. The floor of the hall is to be tiled fully with 8 cm into 6 cm rectangular tiles without breaking tiles to smaller sizes. The number of tiles required is എത്ര ടൈൽ വേണം? 4800, 2600, 2500 and last option 2400. ഈ ചോദ്യത്തിൽ നമ്മളൊരു മുറിയിൽ ടൈലിടുകയാണ്. അപ്പം മുറി എന്ന് പറയുന്നത് ആ മുറിയുടെ വിസ്തീർണം നമ്മൾ ആദ്യം നോക്കണം. 4 മീറ്റർ നീളവും 3 മീറ്റർ വീതിയുള്ളൊരു മുറിയാണ്. അതായത് 4 3 12 മീറ്റർ സ്ക്വയർഡാണ് ഇതിൻ്റെ ഏരിയ എന്ന് പറയുന്നത്. അവിടെ നമ്മൾ ടൈലിടുകയാണ്. ഒരു ടൈൽ പോലും പൊട്ടാതെ കൃത്യമായിട്ട് അതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ടൈലുകൾ ഇട്ടാൽ എത്ര ടൈല് വേണ്ടി വരും എന്നുള്ളതാണ് ചോദ്യം വരുന്നത്. അപ്പോൾ എന്ത് ചെയ്യണം? ആകെ ഏരിയ കണ്ടുപിടിച്ചിട്ട് ഒരു ടൈലിൻ്റെ ഏരിയ കണ്ടുപിടിച്ച് അതിനെ കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. ഇത്ര കാര്യമുള്ളൂ. ഇനി ഇവിടെ ഒരു ടൈലിൻ്റെ ഏരിയ പറഞ്ഞിരിക്കുന്നത് 8 ലെങ്ത് ടൈലിൻ്റെത് 8 സെൻറ്റിമീറ്ററും ബ്രെഡ്ത്ത് 6 സെൻറ്റിമീറ്ററും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഒരു ടൈലിൻ്റെ ഏരിയ 4 × 8 48 സെൻറ്റിമീറ്റർ സ്ക്വയർഡ് എന്ന് കിട്ടും. അപ്പോൾ ഇവിടെ നമുക്ക് കിട്ടിയിരിക്കുന്നത് 12 മീറ്റർ സ്ക്വയർഡ് എന്നാണ്. അപ്പോൾ അതും സെൻറ്റിമീറ്റർ സ്ക്വയർഡ് ആക്കിയാൽ നമുക്ക് ഡിവൈഡ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അങ്ങനെ എളുപ്പത്തിന് വേണ്ടി നമുക്ക് എന്ത് ചെയ്താൽ മതി? ഈ 4 മീറ്റർ എന്ന് പറയുന്നത് 400 സെൻറ്റിമീറ്ററാണ് നമുക്കറിയാം. 3 മീറ്റർ എന്ന് പറയുന്നത് 300 സെൻറ്റിമീറ്ററാണ്. അപ്പോൾ ഈ ലെങ്തും ബ്രെഡ്ത്തും കൊണ്ട് ഗുണിച്ചപ്പോൾ, അതായത് 4 മീറ്ററിനെ 3 മീറ്റർ കൊണ്ട് ഗുണിക്കുന്നതിന് പകരം 400 സെൻറ്റിമീറ്ററിനെ 300 സെൻറ്റിമീറ്റർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ ഏരിയ കിട്ടും. അപ്പോൾ 4 × 3 12 12 2 0 2 0 കൂടെ മൊത്തം 4 0 വരും ഇവിടെ. അപ്പോൾ 1,20,000 സെൻറ്റിമീറ്റർ സ്ക്വയർഡ് എന്ന് കിട്ടി.
ഒരു ടൈലിന് 48 cm² എന്നാണ് ഉള്ളത്. സോ ഒരു ടൈല് പോലും പൊട്ടാതെ ചെറുതും വലുതും മാറ്റി ഉപയോഗിക്കാതെ ഒരേ സൈസിലുള്ള ടൈലാണ് ഇടുന്നതെങ്കിൽ ആകെ എത്ര ടൈല് വേണ്ടി വരുമെന്ന് കണ്ടുപിടിക്കാൻ 1240 ഡിവൈഡഡ് ബൈ ഒരു ടൈലിൻ്റെത് 48 cm². അപ്പോൾ ഇത് cm² ആണ്, ഇത് cm² ആണ്. ഈ 2 cm² വെട്ടിപ്പോയി. അപ്പോൾ ഇനി ഇതിനെ ചെറുതാക്കണം, വെട്ടി ചെറുതാക്കണം. ചെറുതാക്കാനായിട്ട് ഇത് 12 ആണ്, ഇത് 48 ആണ്. സോ ഇങ്ങനെ വെട്ടുമ്പോൾ ഇവിടെ 4 വരും. അപ്പോൾ ഇവിടെ ഇനി എന്ത് വന്നു? 1 വന്നു. 1 പറഞ്ഞാൽ 1ഉം 4 0 വന്നു. ഇവിടെ താഴെ ഒരു 4 വന്നു. അങ്ങനെ 4 വരുമ്പോൾ 4ഉം ഈ 100ഉം കൂടെ വെട്ടിയാൽ 25 എന്ന് കിട്ടി. സോ അതിന് 2500 എന്ന് കിട്ടി ഉത്തരം. അപ്പോൾ എത്ര ടൈല് വേണ്ടി വരും എന്ന് ചോദിച്ചാൽ 2500 എന്നാണ് നമുക്കിവിടെ കിട്ടിയത്. ഇനി നമ്മൾ ഓപ്ഷനിലേക്ക് പോയി. ഓപ്ഷൻ എ 4800, ഓപ്ഷൻ ബി 2600, ഓപ്ഷൻ സി 2500, ഓപ്ഷൻ ഡി 2400. സോ ഓപ്ഷൻ സി 2500 ആണ് ശരിയായ ഉത്തരം. A rectangular carpet has an area of 120 m² and a perimeter of 46 meter. The length of its diagonal is ഓപ്ഷൻ എ 15 മീറ്റർ, ഓപ്ഷൻ ബി 16 മീറ്റർ, ഓപ്ഷൻ സി 17 മീറ്റർ, ഓപ്ഷൻ ഡി 20 മീറ്റർ. ഇതെങ്ങനെ ചെയ്യാൻ പറ്റും? ഇവിടെ ഒരു റെക്റ്റാങ്കുലർ കാർപ്പറ്റ് തന്നിട്ടുണ്ട്. അതിൻ്റെ ലെങ്ത് അറിയില്ല, ബ്രെഡ്ത്ത് അറിയില്ല, അതിൻ്റെ ഡയഗണൽ കണ്ടുപിടിക്കാനാണ് അവർ പറഞ്ഞിരിക്കുന്നത്. ഡയഗണൽ ഡി ആണെന്ന് എടുക്കുക. ഡയഗണൽ എന്ന് പറഞ്ഞാൽ നമുക്ക് പൈതഗോറസ് സിദ്ധാന്തം അനുസരിച്ച് കണ്ടുപിടിച്ചാൽ ഡി എന്ന് പറയുന്നത് √L² + B² എന്നാണ്. അപ്പോൾ നമുക്ക് എല്ലും ബിയും അറിയാമെങ്കിൽ ഇതിൽ നമുക്ക് ഇതിൻ്റെ ഉത്തരം കണ്ടുപിടിക്കാം. അപ്പോൾ എല്ലും ബിയും എങ്ങനെ കണ്ടുപിടിക്കാം എന്നുള്ളതാണ് നമ്മൾ ആദ്യം നോക്കേണ്ട കാര്യം. ഇവിടെ ആകെ തന്നിരിക്കുന്നതിൻ്റെ പെരിമീറ്ററാണ്. പെരിമീറ്റർ എന്ന് പറഞ്ഞാൽ 4 വശവും കൂടെ കൂടുമ്പോൾ, 4 വശം കൂടുക എന്ന് പറഞ്ഞാൽ 2 × L + B, ലെങ്തും ബ്രെഡ്ത്തും കൂട്ടി 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അത് ഇവർ 46 എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എല്ലും ബിയും കൂടെ കൂട്ടിയാൽ നമുക്ക് എത്ര കിട്ടുമെന്നറിയാം? 23 കിട്ടുമെന്ന് നമ്മൾ കിട്ടി. ഇനി ഏരിയ 120 എന്നിവരിവിടെ തന്നിട്ടുണ്ട്. ഏരിയ 120 എന്ന് തന്നിട്ടിൻ്റെ അർത്ഥം ലെങ്തും ബ്രെഡ്ത്തും കൂടെ കൂട്ടുന്നതാണ് ഏരിയ 120. അപ്പോൾ LB = 120 എന്ന് കിട്ടിയിട്ടുണ്ട്. ഈ 2 ടേമിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യണം? എല്ലും ബിയും കണ്ടുപിടിക്കണം. അങ്ങനെ കണ്ടുപിടിക്കണമെങ്കിൽ നമുക്ക് L + B, L² B² കണ്ടുപിടിക്കാൻ ഒരു കണക്ഷൻ നമുക്ക് ആകെ സാധിക്കുന്നത് ഈ A + B² എന്നുള്ള ഫോർമുല എഴുതി നോക്കിക്കേ. A² + 2AB + B² എന്നാവും. ഇനി A - B² എന്നൊരു ഫോർമുല നിങ്ങളൊന്ന് എഴുതി നോക്കിക്കേ. അതിൻ്റെ അർത്ഥം A² - 2AB + B² എന്നാണ്. അപ്പോൾ ഇത് രണ്ടിലുള്ള വ്യത്യാസം ശ്രദ്ധിച്ചാൽ ഈ -2AB എന്ന് പറയുന്ന ടേമാണ് ഇവിടെ വരുന്നത്. അപ്പോൾ ഈ A + B² A - B² ആക്കി മാറ്റിയെടുക്കണമെന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു -2AB വന്നാൽ മതി. അപ്പോൾ ഈ A + B² എന്ത് അറേഞ്ച് ചെയ്താൽ -2AB വരാം? ഇവിടുത്തെ ഈ 2AB-നെ -2AB ആക്കി മാറ്റാൻ ഇതിൻ്റെ കൂടെ ഒരു -4AB എന്നിട്ട് കൊടുത്ത് നോക്കിക്കേ. -4AB എന്നിട്ടാൽ ഇവിടെ എന്ത് വരും? -2AB ആയിട്ട് മാറും ഇത് രണ്ടും. അപ്പോൾ ഈ തന്നിരിക്കുന്ന A - B² കിട്ടാനായിട്ട് എന്ത് ചെയ്താൽ മതി? ഈ A + B² എന്നതിൻ്റെ അതിൽ നിന്ന് 4AB കുറച്ചാൽ മതി. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമുക്ക് ഈ എയുടെ ബിയുടെ സ്ഥാനത്ത് എല്ലും ബിയും ആണ് കൊടുക്കുന്നുണ്ടെങ്കിൽ L - B² = L + B². അതായത് A + B എന്ന് പറയുന്നത് L + B -4LB എന്നാവും. ഇതിൽ L + B വരെ തന്നിട്ടുണ്ട് 23 23² -4 ഇൻറ്റു എത്രയാണ്? L × B നമുക്കിവിടെ കിട്ടിയിരിക്കുന്നത് 120 എന്നാണ് കിട്ടിയിരിക്കുന്നത്. ഓക്കെ. അപ്പോൾ 23 അതായത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ അതിൻ്റെ ഉത്തരമായിട്ട് വരുന്നത് എത്രയാണ്? 529 എന്ന് കിട്ടും. നിങ്ങൾ മൾട്ടിപ്ലൈ ചെയ്ത് നോക്കിക്കോളൂ. ഇനി ഇത് 480 എന്നും കിട്ടും. അപ്പോൾ 529 നിന്ന് അതായത് L - B² ആണ് കിട്ടുന്നത് കേട്ടോ. 529 നിന്ന് 480 പോയാൽ ബാക്കി 49 എന്ന് കിട്ടും.
അപ്പോൾ എൽ മൈനസ് ബി ദ ഹോൾ സ്ക്വയേർഡ് 49 മാറിയാൽ എൽ മൈനസ് ബി എന്ന് പറയുന്നത് ഇതിൻ്റെ സ്ക്വയർ റൂട്ടാണ്. സ്ക്വയർ റൂട്ട് ഓഫ് 49 സമം 7 എന്ന് കിട്ടി. അപ്പോൾ ഇനി നമ്മൾ ഇതിലേക്ക് വരുമ്പോൾ എൽ പ്ലസ് ബി 23 എന്ന് വന്നിട്ടുണ്ട്. എൽ പ്ലസ് ബി 23 എൽ മൈനസ് ബി നമുക്കിപ്പോൾ 7 എന്ന് കിട്ടി. ഓക്കെ, ഈ രണ്ട് ഇക്വേഷൻസും വെച്ച് തന്നെ ഇക്വേഷൻ 1, 2 ഈ രണ്ട് ഇക്വേഷനും കൂടെ കൂട്ടി നോക്കുക. എല്ലും എല്ലും കൂടെ 2L എന്ന് കിട്ടി. മൈനസ് ബിയും പ്ലസും കൂടെ ഇത് 0 ആയിപ്പോയി. 23 7 30 എന്ന് കിട്ടി. അപ്പോൾ 2L സമം 30 എന്ന് കിട്ടി. അപ്പോൾ L സമം 30/2 സമം 15 എന്ന് കിട്ടി. ഇത് 15 എന്ന് നമുക്ക് കിട്ടി. ഇനി ഇത് 15 ആണെങ്കിൽ നമുക്ക് എൽ പ്ലസ് ബി 23 ആണെന്നറിയാമല്ലോ. അപ്പോൾ എൽ പ്ലസ് ബി 23 ആകുമ്പോൾ അപ്പോൾ 15 പ്ലസ് ബി സമം 23, അതായത് ബി സമം 23 മൈനസ് 15 സമം 8 എന്നും കിട്ടി. അപ്പോൾ ഇവിടെ ബിയുടെ സ്ഥാനത്ത് 8 കിട്ടി. അപ്പോൾ നമുക്കിനി കണ്ടുപിടിക്കേണ്ടത് എന്താണ്? ഡി ഡയഗണൽ എത്രയാണെന്ന് കണ്ടുപിടിക്കാൻ സ്ക്വയർ റൂട്ട് ഓഫ് എൽ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർഡ് കണ്ടുപിടിക്കണം. എൽ സ്ക്വയർഡ് എന്ന് പറയുന്നത് 15 ആകുമ്പോൾ 225 എന്ന് കിട്ടും, 15ൻ്റെ സ്ക്വയർഡ്. ബി 8 ആകുമ്പോൾ 8 64 എന്ന് കിട്ടി. ഓക്കെ, അപ്പോൾ 225ഉം 64ഉം ഇത് രണ്ടും കൂടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് രണ്ടും കൂടെ കൂട്ടുമ്പോൾ നമുക്ക് കിട്ടുന്നത് 289 എന്ന് കിട്ടും. ഈ 289ൻ്റെ സ്ക്വയർ റൂട്ട് എന്ന് പറയുന്നത് 17 മീറ്ററാണ്. 17 അതായത് 17 മീറ്റർ. അപ്പോൾ ഇവിടെ എത്ര കിട്ടി? ഇവിടെ 17 എന്ന് വരും. അപ്പോൾ ഈ 17 എന്ന് പറയുന്ന ഡയഗണൽ, ആ ഡയഗണൽ ഈ ഓപ്ഷനിലുണ്ടാകുന്ന നോക്കി 15 മീറ്റർ, 16 മീറ്റർ, 17 മീറ്റർ, 20 മീറ്റർ. അപ്പോൾ അതിൽ 17 എന്നുള്ളത് ഓപ്ഷൻ സി ആണ്. അപ്പോൾ 23 17 എന്ന് പറയുന്ന ഓപ്ഷൻ കിട്ടുന്നത് ഓപ്ഷൻ സി ആയിരിക്കും. A rectangle is having 15 cm as its length and 150 cm squared as its area. Its area is increased to 1 and 1/3 times the original area by increasing only its length. Its new perimeter is option 50 cm, 60 cm, 70 cm, 80 cm. ഇതാണ് ചോദ്യം. ഈ കണക്കിലെ റെക്റ്റാങ്കിൾ, ഈ റെക്റ്റാങ്കിളിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ 15 സെൻറ്റിമീറ്ററാണ് അതിൻ്റെ ലെങ്ത് വരുന്നത്. 15 സെൻറ്റിമീറ്റർ ലെങ്ത് വരുന്നുണ്ട്. ടോട്ടൽ ഇതിൻ്റെ ഏരിയ വരുന്നത് 150 സെൻറ്റിമീറ്റർ സ്ക്വയർഡാണ്. അപ്പോൾ 15 ലെങ്തും വരുന്നുണ്ട്, 150 സെൻറ്റിമീറ്റർ സ്ക്വയർഡും വരുമ്പോൾ ഓട്ടോമാറ്റിക്കലി ബ്രെഡ്ത്ത് എന്ന് പറയുന്നത് 150/15 സമം 10 മീറ്റർ എന്ന് കിട്ടും. ഇവിടെ ബ്രെഡ്ത്ത് 10 മീറ്റർ അല്ല, സെൻറ്റിമീറ്റർ എന്ന് കിട്ടും. ഇനി ഇതിൻ്റെ ഏരിയ, അതായത് 150 എന്ന് പറയുന്ന ഏരിയ ഇൻക്രീസ് ചെയ്യുകയാണ് 1 and 1/3 ടൈംസ്. അത് ഇൻക്രീസ് ചെയ്യുന്ന എത്ര ആയിട്ടാണ്? 1 and 1/3 ടൈംസ് എന്നാണ്. ഈ 1 and 1/3 എന്ന് പറഞ്ഞാൽ 3 3 3 4 4/3 എന്നാണ്. അപ്പോൾ 150 × 4/3 എന്ന രീതിയിലാണ് ഇതിൻ്റെ ഏരിയ ഇൻക്രീസ് ചെയ്യുന്നത്. അപ്പോൾ 15 4 60, 600/3, അതായത് 200 സെൻറ്റിമീറ്റർ സ്ക്വയർഡായിട്ട് അതിൻ്റെ പുതിയ ഏരിയ വരും. ഇനി നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ഇതിൻ്റെ ബ്രെഡ്ത്ത് വ്യത്യാസം വരുത്താതെ ഈ ഏരിയയിലേക്ക് കൊണ്ടുവരാൻ എന്ത് ചെയ്യുമെന്നുള്ളതാണ്. അപ്പോൾ ബ്രെഡ്ത്ത് വ്യത്യാസം വരുത്താതെന്ന് പറഞ്ഞാൽ ബ്രെഡ്ത്ത് 10 തന്നെ ആയിരിക്കണം, പുതിയ ഏരിയ 200 വരികയും ചെയ്യണം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ലെങ്ത് കൂട്ടണം. അപ്പോൾ ന്യൂ ഏരിയ എന്ന് പറയുന്നത് 200 ആണ്, അതിൻ്റെ ബ്രെഡ്ത്ത് 10 ആണ്. ഇങ്ങനെ വരുമ്പോൾ ഇവിടെ 20/1 എന്ന് കിട്ടും, അതായത് 20 സെൻറ്റിമീറ്റർ എന്ന് ലെങ്ത് കിട്ടും. അപ്പോൾ ഇതിൻ്റെ ഏരിയ ഇതിൻ്റെ ഏരിയ 200 നിലനിർത്തണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ലെങ്ത് 20 മെയിൻറ്റെയിൻ ചെയ്യണം. അപ്പോൾ ഈ 20 എന്ന് പറയുന്നതാണ് പുതിയ ലെങ്തായിട്ട് വരേണ്ടത്. ഇനി അതിലേക്ക് നോക്കുമ്പോൾ ഈ ലെങ്ത് വന്നു കഴിഞ്ഞിട്ട് ന്യൂ പെരിമീറ്റർ അവർ ചോദിച്ചിട്ടുണ്ട്.
അപ്പോൾ ന്യൂ പെരിമീറ്റർ ചോദിക്കുമ്പോൾ 20 നമുക്ക് പുതിയ ലെങ്ത് കിട്ടുന്നത്. ബ്രെഡ്ത്ത് 10 തന്നെയാണ് നിൽക്കുന്നത്. അപ്പോൾ 20ഉം 10ഉം 30. അപ്പോൾ പെരിമീറ്റർ കണ്ടുപിടിക്കാൻ 2 × L+B എന്നാണ് പറയുന്നത്. 2 × L+B എന്ന് പറയുമ്പോൾ 2 പുതിയ ലെങ്ത് പ്ലസ് പഴയ ബ്രെഡ്ത്ത്, അതായത് 2 × 30 = 60 എന്ന് ആൻസർ കിട്ടും. ഓക്കെ, അപ്പോൾ 60 എന്ന ആൻസർ ഇനി ഓപ്ഷനിലുണ്ടാകുന്നതാണ് നമ്മൾ നോക്കേണ്ടത്. ഓപ്ഷൻ എ 50, ഓപ്ഷൻ ബി 60, ഓപ്ഷൻ സി 70, ഓപ്ഷൻ ഡി 80. അപ്പോൾ ഓപ്ഷൻ ബി ആണ് കിട്ടിയിരിക്കുന്ന 60 സെൻറ്റിമീറ്റർ എന്ന് പറയുന്നത്.